കാര്യമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഹണി റോസിനോട് ബഹുമാനമാണ്, ആദരവാണ്. നാളെ അവരുടെ സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. ആ സിനിമയ്ക്ക് എല്ലാവിധ റീച്ചലിന്റെ സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. എല്ലാവിധ അഭിവാദ്യങ്ങളും ഓൾ ദ ബെസ്റ്റ് നേരുന്നു. എന്നാൽ അതോടൊപ്പം ഹണി റോസിന്റെ വിമർശനം പോലെ തന്നെ ഹണി റോസിനോട് ഒരുപാട് പേർക്ക് വിമർശനമുണ്ട്. അവരുടെ വസ്ത്രധാരണം പരിധികൾ കിടക്കുന്നു, സഭ്യതയില്ലാത്തതാണ്, വൾഗർ ആംഗിളുകളുള്ള ചിത്രങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു. ഹണി റോസിനെ അശ്ലീലമായി അധിക്ഷേപിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടിയില്ല. ഇതായിരുന്നല്ലോ ഇന്നലത്തെ ചൂടേറിയ വാർത്ത. ജാമ്യം കിട്ടില്ലെന്ന് മാത്രമല്ല, ബോബി ചെമ്മണ്ണൂരിനെ 14 ദിവസത്തേക്ക് റിമാൻഡിൽ വിടാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു. എന്തോ അവാർഡ് വാങ്ങാൻ പോകുന്ന പോലെ ജനങ്ങൾ അഭിവാദ്യം ചെയ്ത് കോടതിയിലേക്ക് കയറിപ്പോയ പോച്ചെ. പക്ഷെ ഈ കോടതി വിധി കേട്ടതോടെ കോടതി മുറിക്കകത്ത് കൊഴിഞ്ഞു വീണെന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും കൊഴിഞ്ഞു വീണതാണോ അതോ നാടകമാണോ എന്നൊക്കെയുള്ളത് ദൈവത്തിനറിയാം. കൊഴിഞ്ഞു വീണ് കഴിഞ്ഞാൽ പിന്നെ ജയിലിലേക്ക് കൊണ്ടുപോകില്ലല്ലോ, നേരെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകാമല്ലോ. ഇനി അതാണോ പ്ലാൻ എന്നറിയില്ല. എന്തായാലും തന്റെ കണ്ട ദൈവത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കണ്ട ബോച്ചെ ഫാൻസ് ആകെ അസ്വസ്ഥരായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ബോച്ചയെ കോടതിയിൽ ഇന്ന് റിമാൻഡ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് പ്രതിഷേധം എന്നും പറഞ്ഞുകൊണ്ട് ഈ ഫാൻസ് വായകൾ കാണിച്ചു കൂട്ടുന്നത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ചിരി വന്നു പോയി. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇറക്കിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ ഇപ്പം ബോച്ചെ ഫാൻസിന്റെ ഏറ്റവും പുതിയ നായകൻ എന്ന് പറയുന്നതാണ്. അതായത് ഹണി റോസ് അഭിനയിക്കാൻ പോകുന്ന പുതിയ സിനിമ റിലീസ് ആകാൻ പോകുന്നുണ്ട്. അതിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് പോലും ഇപ്പം ബോച്ചയ്ക്കെതിരെ ഇങ്ങനെ ഒരു കേസ് കൊടുത്തത്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഫാൻസിന്റെ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ അല്ലെ. ഫാൻസ് മാത്രമല്ല, മറ്റേ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞൊരു ചങ്ങായി ഉണ്ടല്ലോ, ആശാനും ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഹുൽ ഈശ്വറും ഹണി റോസും തമ്മിൽ ഇപ്പൊ ചെറിയൊരു വാക്ക് പോലും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഫാൻസിന്റെ പ്രതിഷേധത്തിന്റെ ബാക്കിയും കൂടി കണ്ടുനോക്കാം. ഒരു കൊലപാതകനെ കുത്തിപ്പിടിച്ചൊരു കൊലപാതകനെ വെറുതെ കൊണ്ട് അടിച്ചു വിടനല്ലേ. കൊലപാതകനെ കൊണ്ടുപോകുന്ന പോലെ കുത്തിപ്പിടിച്ചു കൊണ്ടുപോയി എന്നൊക്കെ ബോച്ചെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന എല്ലാവരും കണ്ടതാണ്. തിക്കിലും തിരക്കിലും പെട്ട് വീയാതിരിക്കാൻ ചിലപ്പോ ഒന്ന് പിടിച്ചു കാണും. അല്ലാതെ അയാളെ പോലീസ് ഉപദ്രവിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കോടതി റിമാൻഡ് ചെയ്തൊരു പ്രതിയാണ് കൊണ്ടുപോകുന്നതും കൂടി ഒന്ന് ഓർക്കണം. എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ ഫാൻസ് അട്ടസിക്കുന്നുണ്ടായിരുന്നല്ലോ. ഒരു തെറ്റും ചെയ്യാതെ എന്തായാലും കോടതി ജാമ്യം നിഷേധിച്ച് റിമാൻഡിൽ വിടില്ലല്ലോ. അത്രയെങ്കിലും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായ അത്രയും നന്ദി. ബാക്കി കണ്ടുനോക്കാം. എങ്ങോട്ടാ കൊണ്ടുവരും അറിയത്തില്ല. അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ഈ വാഹനം തല്ലി പൊളിക്കുന്ന ഒരു ശരിയായ നടപടിയാണോ? അപ്പൊ അത് പോലീസുകാർ അവരുടെ ലജ്ജാകരമായ ദൃശ്യങ്ങൾ എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുള്ളൂ. നിയമപരമായി അയാൾ വണ്ടി കയറുമ്പോൾ മിണ്ടുന്നില്ല, അയാൾ ആ വണ്ടി കയറുമ്പോൾ അയാൾ മിണ്ടുന്നില്ല, അയാൾക്ക് ബോധമില്ല. അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല. അയാൾ ബെസ്റ്റ് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നാ മതി. എന്നാ മോനെ നീയും കൂടി വാ എന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാർ തൂക്കിയെടുത്തങ്ങ് ജീപ്പിലിടും. ബോച്ചയ്ക്ക് അയാൾ ഇട്ട് മൂടാനുള്ള പൈസ ഉണ്ട് മക്കളെ. അയാൾ എന്നല്ലെങ്കിൽ നാളെ ഇതിൽ നിന്നൊക്കെ ഊരി വരും. പക്ഷെ നിങ്ങൾ ഫാൻസിന്റെ കാര്യം അങ്ങനെയല്ല. അതുകൊണ്ട് വെറുതെ കേസിനും കൂട്ടത്തിനും പോയി പണി വാങ്ങാൻ നിൽക്കണ്ട. സത്യം പറഞ്ഞാൽ ബോച്ചെ ഫാൻസുകാരുടെ കാര്യം അലിക്കുമ്പോൾ നല്ല വിഷമുണ്ട്, ചിരിയും വരുന്നുണ്ട്. ഇത്രയും ഗതികെട്ട ഫാൻസ് വേറെ ആർക്കും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്തൊക്കെയൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്, ഞങ്ങളെ കാണിക്കാതെ കൊണ്ടുപോയിന്നൊക്കെ. അതിന്റെ ഇടയിൽ ആരൊക്കെയോ പറയുന്നത് കേട്ടു. പിന്നെ ഇയാളെന്താ മറ്റേ കല്യാണ ചെക്കനോ മറ്റാണോ എല്ലാരും കാണിച്ചിട്ട് കൊണ്ടുപോകാൻ? എന്തോന്നടേ ഇതൊക്കെ. ബാക്കി കണ്ടുനോക്കാം. അവരെന്തൊക്കെ വേറെ ആദ്യത്തെ ചെറിയ വേരിയേഷനെ കാണുന്നുള്ള രണ്ടാമത്തെ എടുക്കാൻ വേണ്ടി ഡോക്ടർ തയ്യാറായി വന്നതാ. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എനിക്കറിയില്ല ഇനി ഉദ്യോഗസ്ഥരെ ഇടപെടാൻ ചെയ്യാവുള്ളൂ. കാരണം ഇത് ശരിയുള്ള ഏർപ്പാടില്ല, മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരിക്കുന്നത്. കൃത്യമായി അതായത് കോടതി അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ കൃത്യമായ ഡയറക്ഷൻ കൊടുത്തതാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറെ കൊണ്ട് കാണിച്ച് സാക്ഷ്യപ്പെടുത്തി കൊണ്ടുപോകണമെന്നുള്ളത്. പക്ഷെ അതുപോലെ പാലിക്കപ്പെട്ടിട്ടില്ല. ഇവിടുന്ന് പോലീസിന്റെ ഗുണ്ടായിസമാണ് നടന്നത്. ഇത് കൃത്യമായി ഏതോ വാർത്ത വളച്ചൊടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗൂഢാലോചന ഭാഗമാണ്. ശരി, നേരത്തെ പറഞ്ഞ ഏതോ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നം ഇത്രയും വലുതാക്കിയതെന്ന്. ഇപ്പം പറയുന്ന ഏതോ വലിയ വാർത്ത മുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ജനശ്രദ്ധ
തിരിക്കാൻ വേണ്ടിയിട്ടാണ് ബോച്ചെ അറസ്റ്റ് ചെയ്തത്. ഇതെല്ലാം കേൾക്കണല്ലേ? ഏത് കോൺസ്പിറസി തിയറിയിൽ കയറി പിടിക്കാന്ന് ആദ്യം നിങ്ങൾ ഫാൻസാർ എന്നെ കൂടെ ആലോചിച്ചൊരു തീരുമാനം ഉണ്ടാക്കി. അല്ലാതെ ഇപ്പൊ എന്താ പറയാ? എന്തായാലും ബോച്ചെ ഫാൻസിന്റെ പ്രതിഷേധം ഏത് ലെവലിൽ വരെ പോകുന്നുള്ളത് കണ്ടറിയാം. ഇപ്പൊ തന്നെ അവർ എന്തൊക്കെയോ വണ്ടികളൊക്കെ അടിച്ചു പൊളിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് കേട്ടത്. മിക്കവാറും ബോച്ചയ്ക്കും ഫാൻസിനും ഒരുമിച്ച് ജയിലിൽ കഴിയാനുള്ള ഭാഗ്യം കിട്ടുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ബോച്ചെ പുറത്തിറങ്ങിയാലും ഫാൻസ് ഇറങ്ങാൻ പോണില്ല എന്ന് മാത്രം. എന്താന്നുള്ളത് കണ്ടറിയാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡിൽ ബോച്ചെ ഫാൻസിന്റെ കോപ്രായത്തരങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ രാഹുൽ ഈശ്വർ ഗോൾ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ ഈശ്വർ അറിയാലോ, വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഭയങ്കര എക്സ്പേർട്ട് ആണ് പുള്ളിക്കാരൻ. ഇപ്പൊ തന്നെ ഹണി റോസ് ബോച്ചെ വിഷയത്തിൽ ഇയാൾ പരോക്ഷമായി ബോച്ചയെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ ചാനൽ ചർച്ചകളൊക്കെ വന്നിരുന്നു ഹണി റോസിന്റെ വസ്ത്രധാരണ ശരിയല്ല എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 24 ന്യൂസിലെ ഹാഷിമിയും ഈ രാഹുൽ ഈശ്വറും തമ്മിലുള്ള ഡിബേറ്റ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ആ ഭാഗം ഒന്ന് കണ്ടുനോക്കാം. ഒരു സ്ത്രീയോടും ഒരു തരത്തിലും ആഭാസം പറയുന്നതോ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറയുന്നതോ ഒരു സമൂഹവും അംഗീകരിക്കില്ല. പക്ഷേ അഭിനേത്രി തന്നെയായ ഫറ ഷിബില പറഞ്ഞ നിലപാട് കൂടി ഒരുപക്ഷെ കേരളീയ സമൂഹം ചർച്ച ചെയ്യണം. പലപ്പോഴും ഈ മെയിൽ നോട്ടങ്ങളെയും ആൺ നോട്ടങ്ങളെയും മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഇവിടുത്തെ പല ആൾക്കാരും ചൂഷണം ചെയ്യുന്നുണ്ട്. അത് വെച്ചൊരു മാർക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം അതിന് പ്രതികരണങ്ങൾ വന്നു എന്ന് പറഞ്ഞൊരു ഇരവാദം പറയുന്നതിന് അർത്ഥമുണ്ടോ എന്ന് സ്ത്രീയായ ഒരു ഫറ ഷിബില തന്നെ ഒരു നിലപാട് ഉയർത്തുമ്പോൾ അതും കൂടി നമ്മൾ ചേർത്ത് വെച്ച് വായിക്കണം. കലാകാരിയാണ് രാഹുൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരെ നിരന്തരമായി അധിക്ഷേപിക്കുകയാണ്, എന്തോ കുന്തി ദേവി എന്നൊക്കെ വിളിക്കുകയാണ്. അത് ഞാൻ ഉദ്ദേശിച്ചതല്ല, ഞാൻ മാർക്കറ്റിംഗ് തമാശ പറഞ്ഞത് പറയാണ്. അല്ല, അതൊന്നും ഒരു കാരണവശാലും ഹാഷ്മി യോജിക്കാൻ കഴിയില്ല. പക്ഷെ ഹാഷ്മി മറന്നുപോയി കാണില്ല, മോൺസ്റ്റർ എന്ന സിനിമയിൽ ലാലേട്ടൻ ഇതേ ഡയലോഗ് സിനിമയിൽ ഇതേ അഭിനേത്രിയോട് പറയുകയും അതിന് ആൾക്കാർ കൈയടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതേ ഡയലോഗ് സിനിമയിൽ പറയുകയും അതിന് പ്രതിഫലം മേടിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം തന്റെ ഈ ചെയ്തികൾക്ക് യാതൊരു റിഫ്ലക്ഷൻസും ഉണ്ടാകില്ലെന്ന് ആരും കരുതരുത്. അപ്പം വൾഗറായി സംസാരിക്കരുത്. അതേപോലെ വൾഗർ ഡ്രസ്സിംഗ് ചിലക്കെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ അത് അക്നോളജ് ചെയ്യാനെങ്കിലും ഒരു മനസ്സ് കാണിക്കും. രാഹുൽ ഈശ്വർ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ ഒരു വസ്ത്രധാരണവും നടത്തിയിട്ടില്ല ഹണി റോസ്. ആ വസ്ത്രധാരണം കാണുമ്പോൾ എന്തെങ്കിലും വൈകൃത വർത്താനം പറയാൻ തോന്നുന്നവർക്കുള്ള ശിക്ഷയാണ് കൊടുക്കേണ്ടത്. അതിനെ ന്യായീകരിക്കലാണോ ചെയ്യുന്നത് രാഹുൽ? എന്ത് നിലപാടാണ് രാഹുൽ? എന്താണ് കണ്ണടച്ചിരുട്ടാക്കൽ? രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും വസ്ത്രധാരണം നടത്തിയോ? അല്ലെങ്കിൽ ഒരു അഡൽട്ടായ ഒരാളുടെ വസ്ത്രധാരണത്തിൽ അഭിപ്രായം പറയാൻ നമ്മളൊക്കെ ആരാ രാഹുൽ? രാഹുൽ ഈ പറഞ്ഞ ബോബി ആരാ? ആരും ആഭാസം പറയുന്നത് കാര്യത്തിൽ യോജിക്കില്ല. പക്ഷേ നമ്മൾ മറക്കരുത്, കേരളത്തിൽ ഒരാളെങ്കിലും കരുതാതിരുന്നിട്ടുണ്ടോ ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറല്ലേ? നമ്മൾ സത്യസന്ധമായി സംസാരിക്കണം. ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണ് എന്ന് കരുതാത്ത ഒരു ഹണി റോസിന്റെ വസ്ത്രധാരണം നമ്മളെ അസ്വസ്ഥമാക്കേണ്ട കാര്യം എന്താ? ഹണി റോസിന്റെ വസ്ത്രധാരണം ഇഷ്ടമല്ല, അങ്ങോട്ട് നോക്കണ്ട പോരെ? ഓക്കെ, കേട്ടല്ലോ. ഹണിയുടെ വസ്ത്രധാരണ ശരിയല്ല, ആരായാലും കണ്ടാലൊന്നും കുറ്റം പറഞ്ഞു പോകും. അതിനിപ്പോ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെയാണ് ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞു വെക്കുന്നത്. ഇത്തരത്തിലുള്ള വസ്ത്രധാരണത്തിലൂടെ മലയാളി പുരുഷന്മാരുടെ ലൈംഗിക താല്പര്യത്തെ ചൂഷണം ചെയ്യുകയാണ് ഹണി റോസ് ചെയ്യുന്നത് എന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു വെക്കുന്നുണ്ട്. കേട്ടല്ലോ, ഹണിയുടെ വസ്ത്രധാരണ ശരിയല്ല എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം മലയാളികളും എന്നാണ് രാഹുലിന്റെ പക്ഷം. ഇയാൾ അതിന്റെ ഇടയിൽ കൂടെ എന്തോ സർവേ ഒക്കെ നടത്തിയെന്ന് തോന്നുന്നു. എന്തായാലും ഹാഷ്മി തന്നെ അതിന് തക്കതായ മറുപടി കൊടുത്തിട്ടുണ്ട്. ഹണി റോസിന്റെ വസ്ത്രധാരണ ശരിയല്ല എന്ന് തോന്നുന്നവർ അങ്ങോട്ട് നോക്കണ്ട, അതോടെ പ്രശ്നം തീർന്നല്ലോ. എന്തായാലും രാഹുൽ ഈശ്വറിന്റെ ഈ സ്റ്റേറ്റ്മെന്റിനെ അനുകൂലിക്കുന്ന ഒരുപാട് കമന്റുകൾ ഈ വീഡിയോക്ക് താഴെ കാണാനിടയായി. വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. വലിയൊരു വിഭാഗം മലയാളികളും ഇപ്പോഴും ബോച്ചയെ അനുകൂലിക്കുന്നവരാണല്ലോ. കഷ്ടാണ് കേട്ടോ, പക്ഷെ എന്ത് ചെയ്യാനാലേ. എന്തായാലും രാഹുലിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് കേട്ട ഹണി ഫേസ്ബുക്കിൽ ഇതിന് തക്കതായ ഒരു പോസ്റ്റിലൂടെ മറുപടി കൊടുക്കുന്നുണ്ട്. ഞാനൊന്ന് വായിച്ചുതരാം. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണ്. ഒരു വിഷയത്തിൽ ചർച്ച നടത്തുമ്പോൾ രണ്ട് ഭാഗവും ഉണ്ടെങ്കിലേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്ത് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും. ചർച്ചകൾ രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ്. സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷാ ജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നിർവീര്യമാക്കും. പക്ഷെ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി. കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നെങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ. കാരണം സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോകുന്നതെന്ന് അറിയില്ലല്ലോ. ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന്റെ സ്ത്രീകളുടെ വസ്ത്രധാരണ കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. എപ്പോഴെങ്കിലും താങ്കൾ മുന്നിൽ വരേണ്ടി വന്നാലും ഞാനത് ശ്രദ്ധിച്ചു കൊള്ളാം. ഒന്നും പറയാനില്ല, അടിച്ചാൽ കണ്ണാക്കി കൊടുത്തു. പക്ഷെ എന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇതോടൊന്നും രാഹുൽ പഠിക്കാൻ പോണില്ല. ഇതിന് ശേഷം മണിക്കുള്ള മറുപടി എന്നോണം രാഹുൽ വീണ്ടും ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് കേട്ടോക്കാം. രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. രാഹുല്, ഹണി റോസിന്റെ പോസ്റ്റ് വലിയ തോതിലാണ് താങ്കൾക്കെതിരെ. താഴമൺ തന്ത്രി കുടുംബമാണ്. ഇതിൽ ഒരു കാര്യമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹണി റോസിനോട് ബഹുമാനമാണ്, ആദരവാണ്. നാളെ അവരുടെ സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. ആ സിനിമയ്ക്ക് എല്ലാവിധ റീച്ചലിന്റെ സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. എല്ലാവിധ അഭിവാദ്യങ്ങളും
ഓൾ ദ ബെസ്റ്റ് നേരുന്നു. എന്നാൽ അതോടൊപ്പം ഹണി റോസിന്റെ വിമർശനം പോലെ തന്നെ ഹണി റോസിനോട് ഒരുപാട് പേർക്ക് വിമർശനമുണ്ട്. അവരുടെ വസ്ത്രധാരണം പരിധികൾ കിടക്കുന്നു, സഭ്യതയില്ലാത്തതാണ്, വൾഗർ ആംഗിളുകളുള്ള ചിത്രങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ഫറാഷിബിലെ അടക്കമുള്ള സിനിമാ രംഗത്തു നിന്നുള്ള വിമർശനം കൂടി അവർ ശ്രദ്ധിക്കണം. രണ്ട്, ഹണി റോസ് ഒരുപക്ഷെ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡുകളുണ്ട്. ആ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡിന്റെ വിവാദമാണ് കഴിഞ്ഞ ആഴ്ച കേരളം മുഴുവൻ ചർച്ച ചെയ്തത്. അതുകൊണ്ട് അമ്പലം, പള്ളി തുടങ്ങിയ കാര്യങ്ങളിൽ ഡ്രസ് കോഡുകളുണ്ട്. ആ ഡ്രസ് കോഡുകൾ സഭ്യതയും മാന്യതയും ഉള്ളതാകണം. സംസാരത്തിൽ മാന്യത ഉള്ളതുപോലെ തന്നെ ഡ്രസ് കോഡിലും മാന്യത വേണമെന്ന് പറഞ്ഞാൽ അതൊരു അന്താരാഷ്ട്ര കുറ്റമായി കാണാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഹണി റോസിന്റെ വിമർശനത്തെ ബഹുമാനത്തോടെ എടുക്കുന്നു, ഹണി റോസിന് എല്ലാവിധ ആശംസകളും എടുക്കുന്നു. എന്നാൽ അതോടൊപ്പം ഹണി റോസ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഹണി റോസിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉണ്ട്. അത് എന്തോ ഈ ചങ്ങായി വീണ്ടും വീണ്ടും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ വിയോജിപ്പുണ്ട് പോലും. അതിനിപ്പോ എന്താ, ഹണി റോസ് ഒരു അഡൾട്ടാണ്. ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് പൂർണ്ണമായും അവരുടെ അവകാശമാണ്. നഗ്നായിട്ടൊന്നുമല്ല അവർ നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ നിയമത്തിനുള്ളിൽ വരുന്ന ഏത് വസ്ത്രവും ആർക്കും ഇവിടെ ധരിക്കാം. ഇതൊക്കെ ചോദിക്കാനും പറയാനും ബാക്കിയുള്ളവർക്ക് എന്ത് അവകാശമാണുള്ളത്? വല്ലാത്ത ജാതി മനുഷ്യന്മാരിന് ഇഷ്ടം. ബോജെ പറഞ്ഞ വൃത്തികേടല്ല, ഇപ്പൊ ഹണി റോസിന്റെ വസ്ത്രധാരണമാണ് എല്ലാവർക്കും പ്രശ്നം. ഇതിപ്പോ സ്ത്രീകൾ ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ലൈംഗിക പീഡനങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞ പോലായി. എന്തായാലും ഇത്രയൊക്കെ അയച്ചതിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമ്മുടെ നാട്ടിൽ ആദ്യമായി വെർബൽ അബ്യൂസ് നേരിട്ട സ്ത്രീയൊന്നുമല്ല ഹണി റോസ്. ഇതിനു മുമ്പും ഇഷ്ടംപോലെ സ്ത്രീകൾ സോഷ്യൽ മീഡിയയിലും എല്ലാതും ഒക്കെ ആയിട്ട് ഇതുപോലുള്ള അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും കാണിക്കാത്ത ഒരു ആവേശവും ശുഷ്കാന്തിയും ഒക്കെ ഈ കേസിൽ പോലീസ് കാണിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചെറുതല്ലാതല്ലാത്ത ഒരു അത്ഭുതം ഇല്ലാതില്ല. സാധാരണക്കാരുടെ കാര്യം വരുമ്പോൾ ഈ ആവേശം ഇതുപോലെ കണ്ടാൽ മതി. അല്ല, പണവും അധികാരമുള്ളവർക്ക് മാത്രമേ നീതി കിട്ടിയാൽ പോരല്ലോ. എന്തായാലും ഇതുപോലുള്ള അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വരുന്ന അവസാന സ്ത്രീ ആവിൽ ഹണി റോസ് എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ പിന്നെ ഭാവിയിൽ ഇതുപോലുള്ള സമാനമായ കേസുകൾ വരുമ്പോൾ പോലീസ് ഇതുപോലെ ഇടപെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? ആർക്കറിയാം, കാത്തിരുന്ന് കാണാം. അല്ലാതൊന്നും ഇവിടെ പറയാനില്ലേ. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണും.